ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ നമ്മൾ പയറൊക്കെ ഇന്നലെ രാത്രി കുതിർക്കായിട്ടതൊക്കെ ഓക്കെ ആയിരുന്നു കൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് കറക്റ്റ് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വർക്കൗട്ടിന് പോകാൻ വേണ്ടിയിട്ട് പ്രോട്ടീനും പയറും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ രാവിലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി വർക്കൗട്ടിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് റോളറ്, പ്രോട്ടീന്, പയർ, കുതിർത്ത പയറുണ്ട്, അതിനകത്ത് കടലയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് കണ്ണാടിയൊക്കെ നോക്കി ട്രൈപോഡെല്ലാം എടുത്ത് ബാഗൊക്കെ സെറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ പോകാനായിട്ട് റെഡിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, ഗ്രൗണ്ടിലോട്ട് പോകാനുള്ള തിരക്കിലായി. അപ്പം കുറച്ച് ടൈം ലേറ്റായി. അങ്ങനെ ഓടിപ്പോകാമെന്ന് വെച്ച് അങ്ങനെ ഗ്രൗണ്ടിലെത്തിൻ്റെ മാറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്ട്രെച്ചിങ് ആദ്യം നമ്മുടെ റൂട്ടീനുള്ള സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ അതിനിടയ്ക്ക് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഒരു പ്രോമിസ് തരാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. കാര്യം ഒരു പ്രൊഫഷണലായിട്ട് അത്ലറ്റ് എങ്ങനെയാണ് ചെയ്തു പോകുന്ന ആ ഒരു റൂട്ടീനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസിനൊക്കെ ഞാൻ എന്നും ഡെയിലി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത നമ്മൾ ചെയ്യുന്നത് റോൾ ഫോമർ ഉപയോഗിച്ചിട്ടാണ്. ഈ റോൾ ഫോമർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ മസിൽ റിലാക്സ് ചെയ്യാനും അതേപോലെ തന്നെ ഇഞ്ചുറി പ്രിവെൻഷനൊക്കെ വേണ്ടിയിട്ടാണ് റോൾ ഫോമർ ഉപയോഗിക്കുന്നത്. നമ്മൾ രാവിലെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മസിൽസിനെ ടൈറ്റായിട്ടിരിക്കുന്ന മസിൽസിനെ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോൾ ഫോമർ ഉപയോഗിക്കുന്നത്. മാത്രമല്ല നമ്മളെ ഇഞ്ചുറി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും റോൾ ഫോമർ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ റണ്ണേഴ്സിനും എല്ലാ അത്ലറ്റ്സിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് വാമപ്പ് ചെയ്യാനായിട്ട് റെഡിയായി. വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് വാമപ്പ് ചെയ്യാനിടയ്ക്ക് ഒരാൾ നമ്മൾ കണ്ടുമുട്ടി. നമ്മളിപ്പം കാണിച്ചു തരാം. ആൾ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. സൂക്ഷിച്ച് നോക്കി അറിയാം, ആളെത്തി അഗ്രസീവാണ്. പുള്ളിക്കാരൻ്റെ പാട്ടിന് നമ്മൾ വിട്ട്, വേറെ ശല്യമൊന്നുമില്ല, ആളാളെ വഴിക്ക് അങ്ങ് പോയി. പിന്നെ നമുക്ക് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വാമപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്ത്. ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് വേറെ ആരുമില്ലായിരുന്നു, എല്ലാവരും വർക്കൗട്ടിന് തിരക്കിലായിരുന്നു. പിന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി എടുത്തു തന്ന വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വർക്കൗട്ട് സ്പീഡ് കണ്ടിന്യൂസ് ആയിരുന്നു, 30 മിനിറ്റ്സിൻ്റെ. അപ്പോൾ എല്ലാവരും സ്പീഡ് കണ്ടിന്യൂസ് ആണ് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ളവരും നമ്മുടെ ഗ്രൂപ്പിൽ പാതി പേർക്കും സ്പീഡ് കണ്ടിന്യൂസ് തന്നെയായിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഡിഫറൻസ് ഉണ്ടായി, 20 മിനിറ്റ് 30 മിനിറ്റ്. വർക്കൗട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആങ്കിളിൻ്റെ സൈഡിൽ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഐസ് വയ്ക്കാമെന്ന് വെച്ച് ഐസ് ബാത്ത് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഐസ് കൊണ്ടിട്ടിട്ട് അതിൽ ഞാൻ പോയിട്ട് കുറച്ച് ഐസ് എടുത്ത് എൻ്റെ കാലിലോട്ട് വച്ച് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു ആ സൈഡിൽ, ഐസ് വയ്ക്കുന്ന സൈഡിൽ. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ എടുത്ത് വെച്ച പയറും പ്രോട്ടീനും കടലയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ പ്രോട്ടീനും എടുത്ത് ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരാളെ കണ്ടുമുട്ടിയത്. ആളെ എന്നും ഞാൻ കാണാറുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ മുന്നിൽ എത്തിക്കണമെന്ന് തോന്നി. ആണോ? ആ, നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോ ചെറിയ യൂട്യൂബിൽ. സാറേ നാഷണൽസ് എപ്പോഴാണ്? നാഷണൽ ജനുവരി 31, ഫെബ്രുവരി 1, 2, 3. ആണോ? ഇപ്പോൾ സാർ ഇപ്പോഴും ഈ പ്രായത്തിലൊക്കെ ചെയ്യണ മോട്ടിവേഷൻ എങ്ങനെയാണ് സാറിൻ്റെ? കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. നമുക്ക് ഹെൽത്തി മൈൻഡൊക്കെ ഓക്കെയാണ്, മാനസികമായിട്ട് ഹാപ്പിയാണ്. സാറ് നാഷണൽസ് എവിടെ വെച്ചാൽ? നാഷണൽ കുന്നംകുളം. നമ്മൾ കേരളത്തിൽ വെച്ച് തന്നെ? കേരളത്തിൽ വെച്ച്. ആണോ? ആദ്യമായിട്ടാണല്ലേ കേരളത്തിൽ വെച്ച്? കേരളത്തിൽ ഇരിക്കുമ്പോൾ കോഴിക്കോട്. നാഷണൽ അധികം തമിഴ്നാട്, കർണാടക, ആന്ധ്ര. ഇതിനു മുമ്പ് സാർ ഇന്റർനാഷണൽ 3 ചെയ്തു. സാർ ഇന്റർനാഷണൽ ആദ്യത്തെ ഗോവ 4x400 റിലേയിൽ ഗോൾഡ്, 4x100 റിലേയിലുള്ളൂ, എത്തിയത് ഈവന്റ് ഇല്ല. 4x100 ബ്രോൺസ്. ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടില്ല. അടുത്ത ഇത് കഴിഞ്ഞാൽ കിട്ടിയ സെലക്ഷൻ കിട്ടിയാൽ പോകാം, പക്ഷെ സാമ്പത്തികമാണ് സ്വന്തം കയ്യിൽ നിന്ന്. പിന്നെ രണ്ടാമത്തെ നാഷണൽ മൈസൂർ ആയിരുന്നു. അതിനും 4x400 റിലേക്ക് ഗോൾഡും 4x100 സിൽവറും.
മറ്റേ ഹൈദരാബാദ് 4x100 ഗോൾഡ്. 3 നാഷണൽ ചെയ്തു. സ്റ്റേറ്റ് കഴിഞ്ഞ 21 സ്റ്റേറ്റിന് 400-നും 200-നും ഗോൾഡും 100-ന് ബ്രോൺസ്. അടിപൊളിയാണ്. അതിന് ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു. ഗോൾഡിന് 500 രൂപ വെച്ച് 1000 രൂപയും പ്രൈസ് മണി ഉണ്ടായിരുന്നു. സ്പോൺസറിങ്. എന്തായാലും അടുത്ത മത്സരം തകർക്കട്ടെ സാറേ. താങ്ക് യു. എന്നിട്ട് ഞാൻ സാറിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്ത് ഈ പ്രായത്തിലും സാർ ഇത്രയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ തോന്നും. എനിക്ക് മാത്രമല്ല, ഗ്രൗണ്ടിലുള്ള എല്ലാ കുട്ടികളും പുള്ളീനെ നോക്കാറുണ്ട്. എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. നമുക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കും അതേപോലെ തന്നെയാണ്. മാത്രമല്ല, ഞാൻ പുള്ളീനെ ഇപ്പോൾ 1 മാസമായിട്ട് ഗ്രൗണ്ടിൽ എന്നും കാണാറുണ്ട്. ജനുവരി അടുപ്പിച്ചാണ് പുള്ളിയുടെ മത്സരം. അങ്ങനെ സാറിന് എല്ലാവിധ ആശംസകളും നേർന്ന് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം.